PSC, ഞാൻ ആര്യ. അപ്പോൾ ഇന്ന് നമ്മളുടെ SCERT ക്രാഷ് കോഴ്സിന്റെ 7ാമത്തെ ക്ലാസ് ആണ്. ബാക്കി 6 ക്ലാസ്സുകൾ നമ്മൾ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കാണുക. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വിസിന്റെ ലിങ്ക് നമ്മൾ ഫ്രണ്ട്ലി PSC എന്ന നമ്മുടെ ടെലഗ്രാമിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ പഠിച്ചതിന് ശേഷം ക്വിസ് കൂടെ അറ്റൻഡ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 6ാം ക്ലാസ്സിലെ മലയാള സാഹിത്യമാണ് ആദ്യം പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ മലയാള സാഹിത്യത്തിൽ ആദ്യം കുട്ടികൾക്ക് പഠിക്കാനുള്ളത് സഭാപ്രവേശം തുള്ളലിലെ കുഞ്ചൻ നമ്പ്യാരുടെ വരികളാണ്. അപ്പോൾ സഭാപ്രവേശം തുള്ളലില് മായൻ പാണ്ഡവർക്കായിട്ട് ഇന്ദ്രപ്രസ്ഥം നിർമ്മിക്കുന്നത് വർണ്ണിച്ചിരിക്കുന്ന വരികളാണ്. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? സഭാപ്രവേശം തുള്ളൽ ആരുടെയാണ്? കുഞ്ചൻ നമ്പ്യാരുടെയാണ്. അതുപോലെ ടെക്സ്റ്റില് കല്യാണ സൗഗന്ധികത്തിലെ കുറച്ച് വരികളും കൊടുത്തിട്ടുണ്ട്. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്നവർക്കടാ നീ എങ്ങ് മാറിക്കിടാശടാ. അപ്പൊ അത് കല്യാണ സൗഗന്ധികം എന്ന തുള്ളലിലെ വരിയാണ്. അപ്പൊ അത് ഇന്ന് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യത്തെ തുള്ളൽ കൃതി ഏതാണ്? പ്രീവിയസ് ആണ്. ഏതാണ് ഉത്തരം? കല്യാണ സൗഗന്ധികം. അപ്പൊ ഇത് കല്യാണ സൗഗന്ധികത്തിലെ വരികളാണ്. അതുപോലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള പാഠഭാഗം സഭാപ്രവേശം തുള്ളലിൽ നിന്ന് എടുത്തതാണ്. അപ്പൊ മായന്റെ മായ കാഴ്ചകളില് എന്ന പാഠഭാഗത്തിലെ കുറച്ച് വരികളുണ്ട്. അപ്പൊ അതിലെ ഒരു 2-3 വരി നമുക്കൊന്ന് ചൊല്ലി നോക്കാം. അച്ചസ്ഫടിക പ്രദേശങ്ങളും പിന്നെ സ്വച്ഛങ്ങളാകും തടാകങ്ങളും പച്ചക്കല്ലത്ത നിലത്തൊഴുകും നദീകച്ചത്തിൽ ഉത്തമ വൃക്ഷങ്ങളും. അപ്പൊ മായൻ നിർമ്മിച്ച ഇന്ദ്രപ്രസ്ഥത്തിലെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അച്ചസ്ഫടികം, നല്ല സ്ഫടികം പോലുള്ള പ്രദേശം, അതുപോലെ വിവിധ ഫലവൃക്ഷങ്ങൾ. അപ്പൊ ഇതൊക്കെ നിറഞ്ഞ ഇന്ദ്രപ്രസ്ഥമാണ് കുഞ്ചൻ നമ്പ്യാർ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അതുപോലെ പാഠഭാഗത്തില് മറ്റൊരു ചാപ്റ്ററിലുള്ള അടുത്ത കുഞ്ചൻ നമ്പ്യാരുടെ വരികളാണ്. ഭടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്ക് ചേരുവാൻ വടിവി എന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരൂ. അപ്പൊ ആ വരികളും ഏതിലെയാണ്? സഭാപ്രവേശം തുള്ളലിലെയാണ്. അപ്പൊ ഇത്രയും വരികൾ ഓർത്തു വെച്ചല്ലോ. അപ്പൊ സഭാപ്രവേശം തുള്ളല്, കല്യാണ സൗഗന്ധികം, ഇതെല്ലാം കുഞ്ചൻ നമ്പ്യാരുടെയാണ്. പിന്നെ കുഞ്ചൻ നമ്പ്യാരെ നമ്മള് പ്രാചീന കവിത്രയും സെപ്പറേറ്റ് ക്ലാസ് ഇടുമ്പോൾ വിശദമായിട്ട് പഠിക്കും. അടുത്ത പാഠഭാഗത്തിൽ നിന്നും PSC നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഓടയിൽ നിന്ന് എന്ന നോവലിലെ കുറച്ച് ഭാഗം കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്: ഓടയിൽ നിന്ന് എന്ന നോവൽ എഴുതിയത് ആരാണ്? P. കേശവദേവാണ്. ആരാണ്? P. കേശവദേവാണ്. പിന്നെ നമ്മളുടെ അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഓടയിൽ നിന്ന് എന്ന നോവലിലെ കഥാപാത്രങ്ങൾ ആരാണ്? അതും പ്രീവിയസ് ആണ്. അതാണ് പപ്പുവും ലക്ഷ്മിയും. പപ്പുവും ലക്ഷ്മിയുമാണ് അതിലെ കഥാപാത്രം. എഴുതിയത് P. കേശവദേവാണ്. അപ്പൊ ഓർത്തു വയ്ക്കാനേ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വരുന്ന സംശയം എന്നാന്ന് പറയട്ടെ. നമ്മളിതൊക്കെ പഠിക്കും, പരീക്ഷയ്ക്ക് ചെല്ലുമ്പോ KP കേശവ മേനോനാണോ P. കേശവദേവാണോ? ഇതായി 2 പേരുടെ ഡൗട്ട് എന്തായാലും വരും. അപ്പൊ ഓർക്കുക, നമ്മളിപ്പോ എവിടെയെങ്കിലുമൊക്കെ വീഴാൻ പോകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അപകടം വരുമ്പോൾ ദേവി എന്നറിയാതെ വിളിക്കൂലേ? അപ്പൊ ഓടയിൽ വീണപ്പോ എന്താ ദേവിയെന്ന് ഒന്ന് വിളിച്ചു, കേശവദേവ് ഓർക്കാലോ. അപ്പോ മറ്റതുമായിട്ട് തിരിഞ്ഞു പോവില്ല. ഓടയിൽ വീഴാൻ പോകുമ്പോൾ നമ്മൾ ദേവിയെ വിളിക്കും. അപ്പൊ P. കേശവദേവാണെന്ന് അവിടെ തന്നെ ഓർത്തു വെച്ചൂടെ? പിന്നെ കഥാപാത്രങ്ങൾ പപ്പുവും ലക്ഷ്മിയാണ്. പിന്നെ നമുക്ക് P. കേശവദേവിന്റെ ആത്മകഥകളും കൂടെ ഒന്ന് പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ്? എതിർപ്പ്, അതുപോലെ തിരിഞ്ഞു നോട്ടം. എതിർപ്പും തിരിഞ്ഞു നോട്ടം. അടുത്തത് നമ്മുടെ PSC മുൻകാല ചോദ്യമാണ്. സാഹിത്യമഞ്ജരി രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ. സാഹിത്യമഞ്ജരി രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ്. മുൻകാല ചോദ്യമാണ്. അടുത്ത ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഭാരതപ്പുഴ എന്ന കവിതയിലെ കുറച്ച് വരികളാണ്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. ഭാരതപ്പുഴ എന്ന കവിത വള്ളത്തോൾ നാരായണ മേനോന്റെയാണ്. ഇളനീരതിനൊത്ത തണ്ണീരിളകിക്കൊണ്ടൊഴുകും മൃദുസ്വനത്താൽ നിള നല്ലൊരു പാട്ടുകാരി പോലാം കളസംഗീത സുഖം ചെവിക്കണപ്പൂ. ഭാരതപ്പുഴ എന്ന കവിതയും വള്ളത്തോൾ നാരായണ മേനോന്റെയാണ്. ഓർക്കുക. ഇനി അടുത്തതും മുൻകാല ചോദ്യമാണ്. സ്കൂൾ ടെക്സ്റ്റിൽ നിന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ കൃതിയാണ് വിങ്സ് ഓഫ് ഫയർ അഥവാ അഗ്നിച്ചിറകുകൾ. ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. APJ അബ്ദുൽ കലാം എത്രാമത്തെ രാഷ്ട്രപതിയായിരുന്നു? 11ാമത്തെയാണ്. 11ാമത്തെ രാഷ്ട്രപതി. അതും മുൻകാല ചോദ്യമാണ്. അടുത്തതും ഇമ്പോർട്ടന്റ് ആണ്. SK പൊറ്റക്കാടിന്റെ കൃതിയാണ് ഏത്? കാപ്പിരികളുടെ നാട്ടിൽ. പിന്നെ ജ്ഞാനപീഠം നേടിയ എഴുത്തുകാരെ പറ്റി പഠിക്കുമ്പോൾ അദ്ദേഹത്തിനെ വിശദമായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ
പഠിച്ചു വയ്ക്കുക. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന അടുത്ത വരികൾ നമ്മളുടെ മുൻകാല ചോദ്യമാണ്. കഴിഞ്ഞ വിയോടെ ക്വസ്റ്റ്യൻ ആണ്. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമമലെ വിവേകികൾ. കുമാരനാശാന് എഴുതിയതാണ്. കൃതി നളിനി. അപ്പൊ നളിനിയിലെ കുമാരനാശാന്റെ വരികളാണ്. മുൻകാല ചോദ്യമാണ്. അടുത്തത് കുട്ടികളുടെ നാടകരചനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാഹിത്യകാരനാണ് ജി ശങ്കരപിള്ള. അപ്പൊ അദ്ദേഹത്തിന്റെ 11 നാടകങ്ങളുടെ സമാഹാരമാണ് പ്ലാവിലത്തൊപ്പികൾ. ആ പ്ലാവിലത്തൊപ്പികളിൽ നിന്ന് കുട്ടികൾക്ക് പാഠഭാഗം പഠിക്കാനുണ്ട്. അപ്പൊ പ്ലാവിലത്തൊപ്പികൾ എഴുതിയതും കറുത്ത ദൈവത്തെ തേടി എന്ന കൃതി എഴുതിയതും ജി ശങ്കരപിള്ളയാണ്. അപ്പൊ ഇദ്ദേഹം നാടകവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നാടകത്തിന്റെ വികസനത്തിനായിട്ട് ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള സാഹിത്യകാരനാണ്. അടുത്തത് പി കുഞ്ഞിരാമൻ നായരുടെ വരികളാണ്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നതാണ്. നമുക്ക് നോക്കാം. പി കുഞ്ഞിരാമൻ നായരുടെ പടക്കളത്തിൽ എന്ന കൃതിയിലെ വരികള്. പൊരുതുക വിജയത്തിൻ മുഖത്തു നോക്കി നിൽക്കാതെ, പൊരുതുക പിൻവാങ്ങട്ടെ ഭയാശങ്കകൾ. അപ്പോ പൊരുതുക വിജയത്തിൻ മുഖത്തു നോക്കി നിൽക്കാതെ, പൊരുതുക പിൻവാങ്ങട്ടെ ഭയാശങ്കകൾ. കൃതി പടക്കളത്തിൽ. എഴുതിയത് പി കുഞ്ഞിരാമൻ നായർ. അടുത്തത് NP മുഹമ്മദ്. അദ്ദേഹത്തിന്റെ ബാലസാഹിത്യ കൃതിയാണ് നാവ് മുറിഞ്ഞ കിളി. NP മുഹമ്മദിന്റെ ബാലസാഹിത്യ കൃതിയാണ് നാവ് മുറിഞ്ഞ കിളി. ഇനി അടുത്തത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. MT വാസുദേവൻ നായരും NPയും ചേർന്ന് എഴുതിയ, അതായത് NP മുഹമ്മദും ചേർന്ന് എഴുതിയ നോവല് പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. ഏതാണ്? അറബിപ്പൊന്നാണ്. MT വാസുദേവൻ നായരും NP മുഹമ്മദും ചേർന്ന് എഴുതിയ നോവൽ. അപ്പൊ SCERTയിൽ നിന്ന് വന്ന മുൻകാല ചോദ്യമാണ് PSC. അറബിപ്പൊന്ന് കിട്ടിക്കാണല്ലോ. ഇനി അദ്ദേഹത്തിന്റെ NP മുഹമ്മദിന്റെ പ്രധാന കൃതികളാണ് മരം, ഹിരണ്യകശിപു, ദൈവത്തിന്റെ കണ്ണ്. ഈ ദൈവത്തിന്റെ കണ്ണിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതാണ്. അടുത്തത് എണ്ണപ്പാടം. എണ്ണപ്പാടം എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചതാണ്. അടുത്തത് വീരരസം CV കൃതികളിൽ. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ രചനകൾ. ദൈവത്തിന്റെ കണ്ണിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, എണ്ണപ്പാടത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, MT വാസുദേവൻ നായരും NP മുഹമ്മദും ചേർന്ന് എഴുതിയ നോവൽ അറബിപ്പൊന്ന്. അടുത്ത നമുക്ക് കവയിത്രി ബാലാമണി അമ്മയാണ് നോക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം പ്രശസ്ത കവിയായിട്ടുള്ള നാലപ്പാട്ട് നാരായണ മേനോന്റെ മരുമകളും സാഹിത്യകാരി കമലാ സുരയ്യയുടെ അമ്മയുമാണ് ബാലാമണി അമ്മ. PSC എപ്പോഴും ചോദിക്കുന്നതാണ്, മാതൃത്വത്തിന്റെ കവയിത്രി ആരാണ്? ബാലാമണി അമ്മയാണ്. അപ്പൊ മാതൃത്വത്തിന്റെ കവയിത്രി, വാത്സല്യത്തിന്റെ കവയിത്രി എന്നൊക്കെ അറിയപ്പെടുന്നതെല്ലാം ബാലാമണി അമ്മയാണ്. അപ്പൊ പേരിന്റെ കൂടെ തന്നെ ഒരു അമ്മ ഇല്ലേ? അമ്മ എന്ന് പറയുമ്പോ തന്നെ മാതൃത്വം വാത്സല്യം ലിങ്ക് ചെയ്ത് നമുക്ക് ആലോചിക്കാലോ. ഇനി അടുത്തത് മലയാളത്തില് ആദ്യത്തെ സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്കാണ്? സ്ഥിരം ചോദിക്കുന്നതാണ്. 1995 ബാലാമണി അമ്മയുടെ പോയട്രി കളക്ഷൻ ആയിട്ടുള്ള നിവേദ്യം എന്ന കവിതാ സമാഹാരം, നിവേദ്യത്തിനാണ് മലയാളത്തിൽ ആദ്യമായിട്ട് സരസ്വതി സമ്മാനം ലഭിച്ചത്. അതൊരു മുൻകാല ചോദ്യമാണ്. അടുത്ത മുൻകാല ചോദ്യം മുത്തശ്ശി എന്ന കൃതി. അപ്പോൾ മുത്തശ്ശി എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കിട്ടിയിട്ടുണ്ട്, കേരള സാഹിത്യ അക്കാദമി അവാർഡും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓർക്കാം, അമ്മ മൂത്ത് മുത്തശ്ശിയായി എന്ന് ഓർക്കാമല്ലോ. അപ്പൊ മുത്തശ്ശി എന്ന കൃതി ബാലാമണി അമ്മയുടെയാണ്. അതുപോലെ അമ്മ എന്ന് പറയുന്ന ഒരു കൃതിയും ഉണ്ട്. അതുപോലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ്, സരസ്വതി സമ്മാനം, ഇതൊക്കെ നേടിയ ആദ്യ വനിതയും കൂടാണ് ബാലാമണി അമ്മ. അപ്പൊ ആ ഒരു പോയിന്റും കൂടെ ഓർത്തു വയ്ക്കണം. അതുപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പിന് ആദ്യമായിട്ട് അർഹയായ മലയാള വനിത കൂടാണ് ബാലാമണി അമ്മ. പ്രശസ്ത രചനകൾ നമുക്ക് നോക്കാം. അതുപോലെ ആദ്യം എഴുതിയ മലയാള കവിതയാണ് കൂപ്പുകൈ. ബാലാമണി അമ്മയുടെ ആദ്യ കവിതയാണ് കൂപ്പുകൈ. പ്രധാന കൃതികള് മഴുവിന്റെ കഥ, സോപാനം, കുടുംബിനി, ലോകാന്തരങ്ങളിൽ, അമ്മ, മുത്തശ്ശി. ഇതിൽ വളരെ പ്രധാനപ്പെട്ടത് മുത്തശ്ശിയാണ്. അപ്പൊ അമ്മ, മുത്തശ്ശി, അങ്ങനെ ഒന്ന് ഓർത്തു വയ്ക്കണം. മുത്തശ്ശി എന്ന കൃതിക്കാണ് കേന്ദ്ര സാഹിത്യവും കേരള സാഹിത്യവും ലഭിച്ചത്. അടുത്തത് കവിവചനങ്ങളാണ്. നമുക്ക് നോക്കാം.
ഇവിടെ യുക്തിതൻ നീരൊഴുക്കാചാര പെരുമതൻ മണൽക്കാട്ടിൽ ലയിപ്പില. ഇവിടെ യുക്തിതൻ നീരൊഴുക്കാചാരപ്പഴമതൻ മണൽക്കാട്ടിൽ ലയിപ്പില. ടാഗോറിന്റെ ഗീതാഞ്ജലിയിലെ വരികളാണ്. അപ്പൊ ഗീതാഞ്ജലി എഴുതിയത് ടാഗോർ ആണെന്ന് നമുക്ക് വേണം. അടുത്തത് ചണ്ടാല ഭിക്ഷുകിയിലെ വരി. ചണ്ടാല ഭിക്ഷുകി എഴുതിയത് ആരാണ്? കുമാരനാശാൻ. ചണ്ടാല ഭിക്ഷുകി കുമാരനാശാൻ. വരികള്: ഇന്നലെ ചെയ്തോരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാവാം, നാളത്തെ ശാസ്ത്രമതാവാം, അതിൽ മൂളായിക സമ്മതം രാജൻ. അപ്പൊ ഇന്നലെ ചെയ്തോരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാവാം വരികള് ചണ്ടാല ഭിക്ഷുകിയാണ്. ചണ്ടാല ഭിക്ഷുകി എഴുതിയത് കുമാരനാശാനാണ്. അതുപോലെ പാഠഭാഗത്ത് കേരള ഗാനത്തിലെ വരികൾ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ കേരള ഗാനം കേരളത്തിന്റെ ഔദ്യോഗിക ഗാനമാണ്. കേരള ഗാനം രചിച്ചത് ബോധേശ്വരനാണ്. അതുപോലെ കടമ്മനിട്ട രാമകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ കൃതിയും പഠിക്കാനുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് പുരുഷ സൂക്തം. കടമ്മനിട്ട രാമകൃഷ്ണന്റെ പ്രധാന കൃതിയാണ് പുരുഷ സൂക്തം. അതുപോലെ അദ്ദേഹം കേരള നിയമസഭയിലെ അംഗമായിരുന്നു. അപ്പൊ കേരള നിയമസഭയിൽ അംഗമായിരുന്ന ഒരു കവി കൂടാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ. അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കുറത്തി എന്ന കവിത. അദ്ദേഹത്തിന്റെ കുറത്തി എന്ന കവിതയിലെ വരികളാണ് നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. അപ്പോ മുൻകാല ചോദ്യമാണ് നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. വരികൾ ഏതാണ്? കുറത്തി എന്ന കവിതയാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ. അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത സാഹിത്യകാരൻ നോക്കാം. അതും പ്രീവിയസ് ആണ്. ആനന്ദ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? പി സച്ചിദാനന്ദനാണ്. അപ്പൊ അവിടെ ഒരു ആനന്ദമുണ്ട് അല്ലെ, ആനന്ദ്. അപ്പൊ ആനന്ദ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് പി സച്ചിദാനന്ദനാണ്. നമുക്ക് പി സച്ചിദാനന്ദനും കെ സച്ചിദാനന്ദനും ഉണ്ടല്ലോ. അപ്പൊ 6ാം ക്ലാസ്സുകാർക്ക് കെ സച്ചിദാനന്ദനെയും പഠിക്കാനുണ്ട്. അപ്പൊ രണ്ടും കൂടെ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് തിരിഞ്ഞു പോകുന്നതുകൊണ്ട് നമുക്ക് കെ സച്ചിദാനന്ദന്റെ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം പി സച്ചിദാനന്ദന്റെ പ്രധാന ഫാക്ട്സ് നോക്കാം. അപ്പൊ ഇദ്ദേഹം നോവലുകളാണ് എഴുതുന്നത്. അപ്പൊ നമുക്കറിയാം കെ സച്ചിദാനന്ദൻ കവിയാണ് അല്ലെ. ഇദ്ദേഹം കൂടുതലും നോവലുകളാണ് എഴുതുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ പ്രധാന ഒരു കൃതിയാണ് ജൈവ മനുഷ്യൻ. ജൈവ മനുഷ്യന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അടുത്തത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഗോവർദ്ധന്റെ യാത്രകൾ. വളരെ പ്രധാനപ്പെട്ട കൃതിയാണ്. അതിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഓടക്കുഴൽ അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഗോവർദ്ധന്റെ യാത്രകൾ ആരുടെയാണ്? ആനന്ദ് അഥവാ പി സച്ചിദാനന്ദൻ. അടുത്തത് നമ്മുടെ മുൻകാല ചോദ്യമാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത് ആരുടെയാണ്? പി സച്ചിദാനന്ദന്റെ ആണ്. അപ്പൊ അതിന് വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മരുഭൂമികൾ ഉണ്ടാകുന്നത് വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. കഥാപാത്രമൊക്കെ ചോദിച്ചിട്ടുണ്ട്. കഥാപാത്രം കൃതിയിൽ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്, കാണുക കേട്ടോ. അതുപോലെ ആൾക്കൂട്ടം, മരണ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ പ്രധാന കൃതികളാണ്. വീടും തടവും. ഇനി അദ്ദേഹം ഒരു കവിത എഴുതിയിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ കവിതയാണ് തഥാഗതം. കവിത തഥാഗതമാണ്. അപ്പോ നമ്മുടെ ആനന്ദ് അഥവാ പി സച്ചിദാനന്ദൻ എഴുതിയൊരു കവിതയാണ് തഥാഗതം. അതുപോലെ അദ്ദേഹത്തിന്റെ നാടകം. അപ്പൊ നമ്മുടെ കെ സച്ചിദാനന്ദന്റെ നാടകം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പി സച്ചിദാനന്ദന്റെ നാടകം നമ്മൾ പഠിച്ചു വെക്കാം. ശവഘോഷയാത്ര, മുക്തിപദം. നാടകം ഏതാണ്? ശവഘോഷയാത്രയും മുക്തിപദവുമാണ്. അപ്പോൾ ആനന്ദ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് പി സച്ചിദാനന്ദനാണ്. അതുപോലെ മരുഭൂമികൾ ഉണ്ടാകുന്നത്, ഗോവർദ്ധന്റെ യാത്രകൾ, മരണ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ചോയ്സതാണ്. അതൊക്കെ പഠിച്ചു വെക്കണം. അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ അധിക വായനയ്ക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ആത്മാവിലൊരു ചിത. ആരുടെ കൃതിയാണ്? വയലാർ രാമവർമ്മയുടെയാണ്. ആത്മാവിലൊരു ചിത വയലാർ രാമവർമ്മയുടെയാണ്. ഉപ്പ എന്ന കൃതി കുരീപ്പുഴ ശ്രീകുമാറിന്റെയാണ്. ഉപ്പ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ 6ാം ക്ലാസ്സിലെ സാഹിത്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വിസ് നമ്മൾ ഫ്രണ്ട്ലി PSCയുടെ ടെലഗ്രാമിലിടും. അപ്പൊ എല്ലാവരും ഫ്രണ്ട്ലി PSC എന്ന ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അതുപോലെ നമുക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട് ഫ്രണ്ട്ലി PSC. അപ്പോൾ അത് ലൈക്ക് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സാം, ക്വിസ്, ഇതിന്റെ ഒക്കെ ലിങ്ക് ഫ്രണ്ട്ലി PSCയുടെ ടെലഗ്രാം നോക്കിയാൽ കിട്ടും. അതുപോലെ ക്വിസ് എഴുതാൻ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറണം കേട്ടോ. കുറെ പേർക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് കയറിയാൽ ക്വിസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് 6ാം ക്ലാസ്സിന്റെ അടുത്ത ഭാഗം അടുത്ത ദിവസം പഠിക്കാം. ഓക്കെ, ബൈ.